Find the inverse Laplace transform of 5s plus 1 by s square minus 25. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഇൻവേഴ്സ് കാണുന്നതിനായിട്ട് ന്യൂമറേറ്ററിൽ there are two terms. ഓരോന്നിനെയും ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 5s plus 1 by s square minus 25. 5sനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Then we have 5s by s square minus 25 plus 1 by s square minus 25. ഈ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. ദെൻ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കാം. ദെൻ വി ഗെറ്റ് എൽ ഇൻവേഴ്സ് ഓഫ് 5s plus 1 by s square minus 25 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ രണ്ട് ടേംസ് ഉള്ളതുകൊണ്ട് ഓരോ ടേമിൻ്റെയും ഇൻവേഴ്സ് സെപ്പറേറ്റ് ഫൈൻഡ് ചെയ്യാം. സോ എൽ ഇൻവേഴ്സ് ഓഫ് 5s by s square minus 25 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s square minus 25. 5 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 5നെ എൽ ഇൻവേഴ്സിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കാം യൂസിങ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. സോ 5 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് s by s square minus 25 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s square minus 25. ദെൻ ഈ 25നെ 5 സ്ക്വയർ എന്നെഴുതാം. ഇവിടെയും 5 സ്ക്വയർ എന്നെഴുതാം. ഇത് നമുക്കറിയാവുന്ന റിസൾട്ടാണ്. എൽ ഇൻവേഴ്സ് ഓഫ് s by s square minus w square ഈക്വൽ ടു കോസ് എച്ച് ഡബ്ല്യു ടി. ഹൈപ്പർബോളിക് ഫംഗ്ഷനാണ്. അപ്പോൾ s by s square minus w square ഇൻവേഴ്സ് ഈസ് കോസ് എച്ച് ഡബ്ല്യു ടി. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഈ ടേമിൻ്റെ ഇൻവേഴ്സ് എഴുതാം. അപ്പോൾ സോ 5 ഇൻറ്റു s by s square minus 5 സ്ക്വയർ. സോ കോസ് ഇവിടെ എസ് വരുന്നത് കൊണ്ട് കോസ് എന്നാണ് ആൻസർ വരുന്നത്. കോസ് ഇവിടെ കോൺസ്റ്റൻറ്റ് 5 ആയതുകൊണ്ട് 5 ഇവിടെ ഒരു എച്ചും കൂടി ഉണ്ട്. എച്ച് കോസ് എച്ച് 5 ടി എന്നാണ് ആൻസർ വരുന്നത്. കോസ് എച്ച് 5 ടി. സിമിലർലി രണ്ടാമത്തെ ടേമിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എൽ ഇൻവേഴ്സ് ഓഫ് ഡബ്ല്യു ബൈ എസ് സ്ക്വയർ മൈനസ് ഡബ്ല്യു സ്ക്വയർ ഈക്വൽ ടു സൈൻ എച്ച് ഡബ്ല്യു ടി. ഇവിടെ ഡബ്ല്യു ഉള്ളതുകൊണ്ടാണ് സൈനിൽ ആൻസർ വരുന്നത്. ഡബ്ല്യു ഉള്ളതുകൊണ്ട്. ഇനി ഡബ്ല്യു ഇല്ലാതെയും നമുക്കിതിൻ്റെ ആൻസർ എഴുതാം. ഇപ്പോൾ ഇവിടെ ഡബ്ല്യുവിന് പകരം 1 ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s square minus w square ഈക്വൽ ടു 1 by w ഇൻറ്റു സൈൻ എച്ച് ഡബ്ല്യു ടി. അപ്പോൾ ഡബ്ല്യു ഉണ്ടെങ്കിൽ ആൻസർ വരുമ്പോൾ സൈൻ എച്ച് ഡബ്ല്യു ടി ആണ്. ഡബ്ല്യു ഇവിടെ ഇല്ല, ന്യൂമറേറ്ററിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഡബ്ല്യു ആൻസറിൽ ഡിനോമിനേറ്റർ ആയിട്ട് വരും എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ അതനുസരിച്ചിട്ടാണെങ്കിൽ നമുക്കിവിടെ ആൻസർ എങ്ങനെ എഴുതാം? ഇവിടെ പ്ലസ് ആണ്. സോ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 by s square minus 5 സ്ക്വയർ. ഈ ഒരു റിസൾട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു റിസൾട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ ദ ആൻസർ ഈസ് 1 by 5 ഇൻറ്റു 1 by s square minus 5 സ്ക്വയർ എന്നാണ്. സോ ആൻസർ എഴുതുമ്പോൾ ഇവിടെ 5 ഇല്ലാത്തതുകൊണ്ട് ആൻസറിൽ 1 by 5 എഴുതേണ്ടതാണ്. സോ 1 by 5 ഇൻറ്റു സൈൻ എച്ച് 5 ടി. ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. Okay, now the next question. Find the inverse Laplace transform of s 2 by s raised to 4. 2 by s raised to 4 minus 48 by s raised to 6. ഓക്കെ, അതാണ് നമ്മളിവിടെ രണ്ടാമതായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ടേംസിൻ്റെ ഓരോ ടേമിൻ്റെയും ഇൻവേഴ്സ് നമുക്ക് എഴുതാം. ഇൻവേഴ്സ് എഴുതുമ്പോൾ അതിനകത്ത് വന്നിരിക്കുന്ന കോൺസ്റ്റൻറ്റിനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ ഇൻവേഴ്സ്
എൽ ഇൻവേഴ്സ് ഓഫ് 2/s⁴. 2വിനെ ഔട്ട്സൈഡ് എടുത്തതിന് ശേഷം എഴുതാം. ദെൻ വി ഹാവ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁴. മൈനസ്, ഈ മൈനസ് ആണ് ഇവിടെ നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്, മൈനസ്. രണ്ടാമത്തെ ടേമിൽ എൽ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ 48നെ ഔട്ട്സൈഡ് എടുക്കാം. സോ 48 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s⁶. ഇനി നമുക്കറിയാവുന്ന റിസൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1/s⁴. ഇറ്റ്സ് ഇൻവേഴ്സ് ഈസ് t³/3 ഇൻവേഴ്സ് കാണുമ്പോൾ എസിൻ്റെ പവറിലുള്ള നമ്പർ എത്രയാണെന്ന് നോട്ട് ചെയ്യാം. ഇവിടെ 4 ആണ്. ഇൻവേഴ്സ് എഴുതുമ്പോൾ അതൊന്ന് കുറയും, 4 3 ആയി മാറും. അതുകൊണ്ടാണ് ആൻസർ t³/3 എന്ന് വന്നിരിക്കുന്നത്. സെക്കൻഡ് ടൈമിൽ 48 ഇൻറ്റു 1/ ഇവിടെ s⁶ ആണ്. ആൻസർ എഴുതുമ്പോൾ 6 5 ആയി മാറും, t⁵5/5. ദെൻ ഇവിടെ നമുക്ക് കട്ട് ചെയ്തിട്ട് t³/3 എന്ന് എഴുതാം. ഇവിടെ ക്യാൻസൽ ചെയ്ത് 48/5 അതവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ 2/5 t⁵5 എന്ന് കിട്ടും.